നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് CPMൻ്റെ തൊഴിലാളി വർഗ പാർട്ടിയുടെ ഈറ്റില്ലമായിരുന്നു ആലപ്പുഴ ജില്ല. എന്നാലിപ്പോൾ ആലപ്പുഴ ജില്ല അടപടലം പാർട്ടിയിൽ നിന്ന് ഊരിപ്പോകുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. CPM ലോക്കൽ കമ്മിറ്റി അംഗം ഉൾപ്പെടെ 218 പേർ ഇപ്പോൾ BJPയിൽ ചേർന്നിരിക്കുന്നു. BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ അവരെ ഷാളണിയിച്ച് സ്വീകരിച്ചു. CPM കരിയിലക്കുളങ്ങര ലോക്കൽ കമ്മിറ്റി അംഗവും CITU നേതാവുമായ സക്കീർ ഹുസൈനാണ് ഇപ്പോൾ BJPയിൽ ചേർന്നിരിക്കുന്നത്. ഒപ്പം അദ്ദേഹത്തിന്റെ കുടുംബവും. പത്തിയൂർ പഞ്ചായത്ത് മുൻ അംഗം കൂടിയാണ് സക്കീർ ഹുസൈൻ. CPMന്റെ 5 ബ്രാഞ്ച് സെക്രട്ടറിമാർ ഉൾപ്പെടെ 49 പാർട്ടി അംഗങ്ങൾ BJPയിൽ ചേർന്നതായി നേതാക്കൾ പറഞ്ഞു. DYFIയുടെ മുൻ മേഖലാ സെക്രട്ടറി സമീറും BJPയിൽ ചേർന്നിരിക്കുന്നു. കോൺഗ്രസിൽ നിന്ന് 27 പേർ BJPയിൽ ചേർന്നു. CPMന്റെ ശക്തി കേന്ദ്രമായ പത്തിയൂരിൽ നിന്ന് 62 പേരും ദേവികുളങ്ങരയിൽ നിന്ന് 96 പേരും ചേരാവള്ളി മേഖലയിൽ നിന്ന് 49 പേരും കണ്ടല്ലൂരിൽ നിന്ന് 46 പേരും BJPയിലേക്ക് ഒഴുകിയെത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ബിബിൻ സി ബാബു അടുത്ത കാലത്താണ് BJPയിലേക്ക് ചേക്കേറിയത്. CPM ഏരിയ കമ്മിറ്റി അംഗവും ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗവുമായിരുന്നു ബിബിൻ സി ബാബു. ആലപ്പുഴ ജില്ലയിൽ ഇപ്പോൾ CPM നേരിടുന്നത് കടുത്ത വിഭാഗീയത. 2021-23 കാലയളവിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്നു ബിബിൻ. SFI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി, DYFI ജില്ലാ പ്രസിഡന്റ് തുടങ്ങിയ പദവികളും അദ്ദേഹം വഹിച്ചിരുന്നു. ബിബിൻ സി ബാബു CPMൽ നിന്ന് BJPയിലേക്ക് ചേക്കേറിയതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ഭാര്യയെ കളത്തിലിറക്കിക്കൊണ്ടാണ് CPM തിരിച്ചടിച്ചത്. ബിബിന്റെ ഭാര്യയുടെ ഗാർഹിക പീഡന പരാതിയിൽ ബിബിൻ സി ബാബുവിനെ 6 മാസക്കാലത്തേക്ക് പാർട്ടി സസ്പെൻഡ് ചെയ്തിരുന്നുവെന്നൊക്കെ CPM വിശദീകരിച്ചിരുന്നു. ബ്രാഞ്ച് സമ്മേളനങ്ങൾക്കിടയിൽ ആലപ്പുഴ ജില്ല ആടി ഉലയുന്നത് നമ്മൾ കണ്ടു. നേതൃത്വത്തെ വലച്ച് അന്ന് CPMൽ നടന്നത് കൂട്ടരാജി. പ്രാദേശിക വിഷയങ്ങളിലെ പ്രശ്നങ്ങൾ മുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിലെ കാരണങ്ങൾ വരെ രാജിക്ക് കാരണമായി. കായംകുളം, അരൂക്കുറ്റി, ഹരിപ്പാട് എന്നിവിടങ്ങളിൽ നിന്ന് നിരവധി പാർട്ടി പ്രവർത്തകരാണ് രാജിക്കത്തുമായി നേതൃത്വത്തെ അന്ന് സമീപിച്ചത്. കഴിഞ്ഞ 2 മാസക്കാലമായി ആലപ്പുഴ ജില്ലയിൽ വലിയ കൊഴിഞ്ഞുപോക്കാണ് CPM നേരിടുന്നത്. ആലപ്പുഴ കായംകുളം ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള നിരവധി പാർട്ടി പ്രവർത്തകർ പാർട്ടി വിട്ടുപോയി. നേരത്തെ കായംകുളം ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള പുള്ളിക്കണക്ക് ലോക്കൽ കമ്മിറ്റി പരിധിയിൽ നിന്ന് നിരവധി പേർ CPMൽ നിന്ന് ചോർന്നുപോയി. 10 പേരാണ് സെപ്റ്റംബർ ആദ്യവാരം രാജിക്കത്ത് നൽകിയത്. മന്ത്രിയായ സജി ചെറിയാന്റെ ഇടപെടലുകളാണ് മിക്ക സ്ഥലത്തും പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള കാരണം. പഴയകാല നേതാവ് G. സുധാകരനെ ഒതുക്കിക്കൂട്ടി ഒരു മൂലക്കിരുത്തി. പാർട്ടി നേതാക്കൾ പോലും G. സുധാകരനെ തിരിഞ്ഞു നോക്കുന്നതേയില്ല. പിണറായി വിജയന്റെ കണ്ണിലെ കരടായി മാറിയതാണ് G. സുധാകരന്റെ ഇത്തരമൊരു ദുരന്തത്തിന് കാരണം. എന്നാൽ സുധാകരനെ സ്നേഹിക്കുന്ന പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ പാർട്ടി പ്രവർത്തനങ്ങളിൽ ഒട്ടും സജീവമല്ല. വിഭാഗീയത പല സ്ഥലങ്ങളിലും കത്തിയാളുന്നു. അതിന്റെ തുടർചലനങ്ങളാണ് ഇപ്പോൾ CPMൽ നിന്നുള്ള ഈ കൂട്ട കൊഴിഞ്ഞുപോക്കൽ. 3 മാസങ്ങൾക്ക് മുൻപ് കായംകുളം CPM നേരിട്ടത് വലിയ പൊട്ടിത്തെറിയായിരുന്നു. ഏരിയ കമ്മിറ്റി അംഗവും മുൻ ഏരിയ കമ്മിറ്റി അംഗവുമൊക്കെ രാജിക്കത്തെഴുതി പാർട്ടിക്ക് നൽകിയ കാഴ്ച. ഏരിയ കമ്മിറ്റി അംഗം KL പ്രസന്നകുമാരിയും മുൻ ഏരിയ കമ്മിറ്റി അംഗം B. ജയചന്ദ്രനുമാണ് കഴിഞ്ഞ ഏപ്രിൽ മാസം കായംകുളത്ത് വെച്ച് രാജി സമർപ്പിച്ചത്. പാർട്ടിയിലെ വിഭാഗീയതയിൽ മനംനൊന്താണ് തന്റെ രാജിയെന്ന് അന്ന് പ്രസന്നകുമാരി പറഞ്ഞിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗവും CPM പ്രാദേശിക നേതാവുമായിരുന്ന ബിബിൻ സി ബാബുവിന്റെ അമ്മയാണ് പ്രസന്നകുമാരി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ നടത്തിയ മിന്നുന്ന പ്രകടനമാണ് CPMൽ വലിയ തോതിൽ പൊട്ടിത്തെറികൾക്ക് കാരണമായത്. ലോക്സഭാ മണ്ഡലത്തിലെ CPM തോൽവി, കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ CPM 3ാം സ്ഥാനത്തെത്തിയത്, ഇതൊക്കെ വലിയ വിവാദങ്ങളായി കത്തിയാളി. തുടർന്ന് നേതാക്കൾക്കെതിരെ അണികളുടെ രോഷം പൊട്ടിയൊഴുകി. മുതിർന്ന CPM പ്രവർത്തകർ പോലും സമൂഹ മാധ്യമങ്ങളിൽ ഏരിയ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചു. അന്ന് ഏറ്റവുമധികം വിമർശനങ്ങൾ കത്തിയാളിയത് കായംകുളത്തിന്റെ വിപ്ലവം എന്ന ഫേസ്ബുക്ക് പേജിലാണ്. നേരത്തെ CPMലെ ഒരു വിഭാഗത്തിന് വേണ്ടി നിലകൊണ്ട പേജ് CPM നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുന്ന കാഴ്ച. എന്തുകൊണ്ടാണ് കായംകുളം നിയോജക മണ്ഡലത്തിൽ CPM 3ാം സ്ഥാനത്തെത്തിയത് എന്ന ചോദ്യമായിരുന്നു CPMന്റെ നേതൃത്വത്തോട് അണികൾ ചോദിച്ചത്. പാർട്ടിയിൽ ഏതെങ്കിലും തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരെ, പ്രതിരോധത്തിനും വിശദീകരണത്തിനുമൊക്കെ ശ്രമിക്കുന്നവരെ മറ്റുള്ളവർ കൂട്ടമായി ആക്രമിക്കുന്നു. നേതാക്കളുടെ കൊട്ടേഷൻ, ക്രിമിനൽ ബന്ധങ്ങൾ, അധികാരമോഹങ്ങൾ, അനാശാസ്യ ബന്ധങ്ങൾ, അഴിമതി എല്ലാം അണികൾ ചോദ്യം ചെയ്യുന്നുവെന്നാണ് അന്ന് പരസ്യമായി വിമർശനങ്ങൾ ഉയർന്നത്. പാർട്ടിയിലെ ചില നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അട്ടിമറിച്ചുവെന്നും അന്ന് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ തുറന്നെഴുതി.
കായംകുളത്തിന്റെ വിപ്ലവം എന്ന ഫേസ്ബുക്ക് പേജ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ പാർട്ടിക്കെതിരെ തിരിയുന്ന കാഴ്ച. BJPക്ക് ലീഡ് നൽകിയ നേതാക്കൾ ഒഴിഞ്ഞുപോകണമെന്ന് അണികൾ സമൂഹ മാധ്യമങ്ങളിലെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടു. പിന്നീടും കായംകുളത്തും ഹരിപ്പാടുമൊക്കെ CPM വിഭാഗീയതയിൽ നട്ടം തിരിഞ്ഞു. CPM MLA യു പ്രതിഭയ്ക്ക് പിന്തുണയുമായി ഇതിനിടയിൽ നിരവധി BJP നേതാക്കൾ കളത്തിലിറങ്ങി. പ്രതിഭയെ CPMലെ തന്നെ നേതാക്കൾ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നു എന്ന ആരോപണങ്ങൾക്കിടയിലായിരുന്നു BJPയുടെ പിന്തുണ. യു പ്രതിഭയെ BJP വല്ലാതങ്ങ് പ്രതീക്ഷിക്കുന്നു എന്നർത്ഥം. മകൻ കേസിൽപ്പെട്ടാൽ അമ്മയാണോ ഉത്തരവാദി എന്ന ചോദ്യവുമായി ശോഭാ സുരേന്ദ്രൻ കളം നിറഞ്ഞു. 24 മണിക്കൂറും ഒരു മകന് പിന്നാലെ നടക്കാൻ അമ്മയ്ക്ക് കഴിയുമോ? കായംകുളത്ത് BJP പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം. പ്രതിഭ MLAയുടെ മകൻ 2 പഫ് മാത്രമേ വലിച്ചുള്ളൂ എന്ന് നേരത്തെ മന്ത്രി സജി ചെറിയാൻ തട്ടിവിട്ടിരുന്നു. ഇതിന് നാണമില്ലേ എന്ന ശോഭാ സുരേന്ദ്രന്റെ ചോദ്യം. ആലപ്പുഴ ജില്ലയിൽ വിഭാഗീയത വളർത്തിയതിന് പിന്നിൽ പിണറായി വിജയന്റെ കളികൾ തന്നെയാണ്. ഒരു കാലത്ത് G സുധാകരനൊപ്പം തോളോട് തോൾ ചേർന്നിരുന്ന പല നേതാക്കളെയും പിന്നീട് അടർത്തി മാറ്റി. VS അച്യുതാനന്ദനെ ഒതുക്കാൻ VSന്റെ തന്നെ ഗ്രൂപ്പിൽ നിന്ന് പിടിച്ചെടുത്ത G സുധാകരനെ ആദ്യഘട്ടത്തിൽ ഫലപ്രദമായി ഉപയോഗിച്ച പിണറായി വിജയൻ, ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് വലിയ ഇമേജ് കൈവരിച്ച G സുധാകരനെ രണ്ടാം വട്ടം തഴയുക മാത്രമല്ല ഒതുക്കി മൂലയിലാക്കി. G സുധാകരൻ അഴിമതിരഹിതനായി ഭരിച്ച പൊതുമരാമത്ത് വകുപ്പ് ഇപ്പോൾ മുഹമ്മദ് റിയാസിന്റെ കയ്യിലാണ്. അതിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പലപ്പോഴും G സുധാകരൻ തന്റെ നീരസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഫലത്തിൽ G സുധാകരനെ ശത്രുപക്ഷത്ത് നിർത്തിയതോടെ ആലപ്പുഴ ജില്ല പൂർണ്ണമായി CPMന് കൈമോശം വന്നിരിക്കുന്നു. ഓരോ ദിവസവും ആലപ്പുഴയിൽ നിന്ന് കായംകുളത്ത് നിന്ന് നമ്മൾ കേൾക്കുന്നത് കൊഴിഞ്ഞുപോകലിന്റെ വലിയ വാർത്തകളാണ്. CPM ഈ സുനാമിയെ എങ്ങനെ അതിജീവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.